ഇന്ന് പരിശുദ്ധ റമദാൻ 3 റമദാനു ഷരീഫ് 3 മഹദിയായ ഫാത്തിമ ബീവിയുടെ വഫാത്ത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബീവിയെക്കുറിച്ച് നമ്മളിന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. അള്ളാഹു റസൂലിന് 7 മക്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിക്ക് 7 മക്കളുണ്ടെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ നിന്നൊക്കെ. വസുബാത്തുൻ ഔലാദുഹും ഖാസിം എന്ന് ബൈത്ത് ചൊല്ലി നമ്മൾ പഠിച്ചവരാണ്. 4 പെൺമക്കളും 3 ആൺകുട്ടികളും. ആ പെൺമക്കളിൽ ഏറ്റവും ചെറിയവരാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ബീവിയുടെ ജനനം ഒരു ജമാദുൽ ആഖിർ മാസം 20 വെള്ളിയാഴ്ച ദിവസത്തിലാണ് ബീവി ജനിക്കുന്നത്. ബീവിയുടെ ജനനം മക്കത്ത് നടക്കുമ്പോൾ ഖുറൈശികളൊക്കെ കഅബ ഒന്നും കൂടി പുതുക്കി പണിയുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ടൈമിലായിരുന്നു. ആ സമയത്താണ് ബീവിയുടെ വിലാദത്ത് നടന്നത്. ബീവിയെക്കുറിച്ച് ധാരാളം മഹത്വം പറയാണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ലോകത്ത് പരന്ന് കിടക്കണ അഹ്ലുബൈത്ത്, സയ്യിദ്, സാദാത്ത് കുടുംബങ്ങൾ. നമ്മുടെ കേരളത്തിൽ തന്നെ ധാരാളം തങ്ങന്മാരെ കബീലകളുണ്ട്. ഷിഹാബ് കബീല, ജിഫ്രി കബീല, ഇദ്റൂസി, സഖാഫ്, ബാഹസൻ, ജമലുല്ലൈലി, ഇങ്ങനെ തുടങ്ങി ധാരാളം അഹ്ലുബൈത്തിൻ്റെ ശൃംഖല ലോകത്ത് എവിടെ ചെന്നാലും ഇത് കാണാൻ പറ്റും. ഇതെല്ലാം ചെന്ന് ചേരുന്നത് മഹദിയായ ഫാത്തിമ ബീവിയിലേക്കാണ്. ആയിഷ ബീവി പറയുന്നത് ഹദീസുകളിൽ കാണാം. ആയിഷ ബീവി പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ കാന അഷ്ബഹ കലാമൻ വ ഹദീസൻ മിൻ ഫാത്തിമത ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാനത്ത് ഇദാ ദഖലത് അലൈഹി റഹബ ബിഹാ വഖാമ ഇലൈഹ ഫഅഖദ ബിയദിഹ ഫഖബ്ബലഹ വ അജ്ലസഹ ഫി മജ്ലിസിഹി. വിശദമായി ആയിഷ ബീവി പറയാണ്, ഫാത്തിമ അള്ളാഹു റസൂലിനോട് പല നിലക്കും രൂപഭാവങ്ങളും എല്ലാം ഒത്ത ഒരു മോളായിരുന്നു. അവരുടെ സംസാരം മുത്തനബിൻ്റെ സംസാരം പോലെ തോന്നും. അതുപോലെ തന്നെ അവർ നടന്നു വരുന്നത് കണ്ടാൽ കാനത്ത് മിഷിയത്തു റസൂലില്ല, അള്ളാഹു റസൂലിൻ്റെ നടത്തം തന്നെ ആ രൂപത്തിൽ നമുക്ക് തോന്നും. അത്രത്തോളം സാദൃശ്യത അവർക്കിടയിൽ ഉണ്ടായിരുന്നു. വല്ലാത്ത സ്നേഹമായിരുന്നു ഫാത്തിമ ബീവിയോട് അള്ളാഹു റസൂലിന്. ആയിഷ ബീവി പറയാം, വീട്ടിലേക്ക് വന്നാൽ ഉപ്പ നോക്കും, ഫാത്തിമ വരുന്നതെന്ന് മനസ്സിലായാൽ പ്രത്യേകം ഒന്ന് എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞ് മോളെ പ്രത്യേകം കൈപിടിച്ച് ഒന്ന് ചുംബിച്ച് എന്നിട്ട് മർഹബ എന്നൊക്കെ പറഞ്ഞ് സ്വാഗതം പറഞ്ഞ് റസൂൽ ഇരുന്ന ആ സീറ്റിൽ തന്നെ, ആ ഇരിപ്പിടത്തിൽ തന്നെ ഫാത്തിമ ബീവിയെ പിടിച്ചിരുത്തും. അതുപോലെ തന്നെ ഫാത്തിമ ബീവിൻ്റെ വീട്ടിലേക്ക് ഉപ്പ കടന്നു ചെല്ലുമ്പം അഹദത്ത് ബിയദിഹി ഫഖബ്ബലത്തുഹു, ഉപ്പാനെ പിടിക്കും, ഉപ്പാനെ ചുംബനം കൊടുക്കും, എന്നിട്ട് അവിടെ ഫാത്തിമ ബീവി പ്രത്യേകം ഇരുത്തും. അങ്ങനെ അവർക്കിടയിൽ വല്ലാത്തൊരു ബന്ധമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി പറയുന്നുണ്ട്. ഫാത്തിമ ബീവിയും അലിയാരും തമ്മിലുള്ള വിവാഹം നടന്നത് ഹിജ്റ വർഷം 2-ാം കൊല്ലത്തിലാണ്, സഫർ മാസത്തിൽ. ബീവിക്കന്ന് 17 വയസ്സാണ്. ആ ദാമ്പത്യ ജീവിതത്തിൽ അവർക്കുണ്ടായ കുഞ്ഞുങ്ങൾ, ആ മക്കളിൽ പ്രധാനികളാണ് ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഫാത്തിമ ബീവിക്ക് എത്ര മക്കളാണ് അലിയാരിൽ ഉണ്ടായത്. അലിയാരല്ലാതെ വേറെ ഭർത്താവ് അവർക്കില്ല. ഫാത്തിമ ബീവി ഉള്ള സമയം അലിയാർ വേറെ കല്യാണം കഴിച്ചിട്ടുമില്ല. അലിയാർ ഫാത്തിമ ബീവി ആ ദാമ്പത്യ ജീവിതത്തിൽ അവർക്കുണ്ടായ മക്കൾ 6 മക്കളുണ്ടായി എന്ന് കിതാബുകളിൽ ചരിത്രത്തിൽ കാണാം. 1 ഹസൻ, പിന്നെ ഹുസൈൻ, പിന്നെ മുഹ്സിൻ എന്ന കുട്ടിയൊക്കെ ചെറുപ്പത്തിൽ വഫാത്തായി. പിന്നെ പെൺകുട്ടികൾ സൈനബ്, ഉമ്മു കുൽസൂം, റുഖിയ, ഇങ്ങനെ 3 ആൺമക്കളും 3 പെൺകുട്ടികളും അലിയാർ ഫാത്തിമ ബീവിക്കുണ്ടായിരുന്നു. അതിൽ മുഹ്സിൻ എന്ന കുട്ടിയും റുഖിയ എന്ന പെൺകുട്ടിയും ചെറുപ്പത്തിൽ തന്നെ വഫാത്തായിപ്പോയി. ഹസൻ, ഹുസൈൻ എന്നവരുടെ ചരിത്രം മഷ്ഹൂറാണല്ലോ. പെൺകുട്ടികൾ സൈനബ്, ഉമ്മു കുൽസൂം, അവരൊക്കെ പിന്നെയും കുറേ കാലം ജീവിച്ചവരാണ്. അവർക്ക് മക്കളുണ്ടായിരുന്നു. അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ഫാത്തിമ ബീവിയുടെ പെൺമക്കളിൽ 2ാമത്തെ മോളായ ഉമ്മു കുൽസൂം, അവരെ പിന്നെ കല്യാണം കഴിച്ചതാരാണ്? ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്. ഉമർ എന്നവർ അലിയാരോട് പറയുന്നുണ്ട്, നിങ്ങളെ മോളെ ഉമ്മു കുൽസൂമിനെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരുമോ? അപ്പോൾ അലിയാർ പറഞ്ഞു, അത് ചെറിയൊരു കുട്ടിയല്ലേ. അപ്പോൾ ഉമർ എന്നവർ പറയുന്നുണ്ട്, അതിൻ്റെ ചെറുപ്പം വലുപ്പം നോക്കിയിട്ടല്ല, ഒരു ഭാര്യ എന്നുള്ള വിഷയത്തിലല്ല. അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുടുംബ ബന്ധം ആർക്കെങ്കിലും ഉണ്ടായാൽ അത് പരലോകത്ത് പ്രത്യേകം ഉപകാരപ്പെടും. അപ്പോൾ ആരംഭ റസൂലുമായി ബന്ധപ്പെട്ട് ഒരു അഹ്ലുബൈത്തിനോടുള്ള ഒരു കുടുംബ ബന്ധം എനിക്ക് സ്ഥിരപ്പെടണം. ആ ഒരു നിലക്കാണ്, അല്ലാതെ ഒരു ഭാര്യ എന്നുള്ള ലക്ഷ്യത്തിലല്ല ഞാൻ കാണുന്നത് എന്ന്. ഇത് പറഞ്ഞ സമയത്ത് അലിയാർ പറഞ്ഞു, അങ്ങനെയാണോ, ഞാൻ തട്ടിക്കളയില്ല, മോളെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കാം. ഈ കുട്ടി ഇതൊന്നും അറിയില്ല, ചെറുതല്ലേ. ഈ കുട്ടീൻ്റെ അടുത്ത് ഒരു ചെറിയ ഒരു തട്ടം, ഒരു ഷാള് കൊടുത്തു വിട്ട് ബഹുമാനപ്പെട്ട അലിയാർ, മോളെ ഉമറിൻ്റെ അടുത്തൊന്ന് പോ, അവിടെ പോയിട്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കട്ടാ, എന്നിട്ട് എങ്ങനെ ഉണ്ട് ഇതിൻ്റെ പിന്നെ ഭംഗിയുണ്ടോക്കെ ഒന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഈ മോൾക്ക് ഇത് അറിയില്ലല്ലോ, ഇത് ശീലക്കായിട്ട് പോയി ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കണ്ടു. വാപ്പ പറഞ്ഞയച്ചതാണ്, ഇതെങ്ങനെയുണ്ട്, ചുരുക്കുണ്ടോ നോക്കി നോക്കണം. ഉമർ ബിൻ ഖത്താബ് തങ്ങളത് വാങ്ങി, ഒക്കെ ഉഷാറാണ് എന്ന് പറഞ്ഞു. സംഭവം ഈ വസ്ത്രമല്ല, കല്യാണത്തിൻ്റെ മുമ്പ് മണവാട്ടിനൊന്ന് കാണാമെന്നുള്ളതുണ്ടല്ലോ, ആ കാഴ്ച നടത്തുകയാണ്. അലിയാർക്കും ഉമർ എന്നവർക്കും മനസ്സിലാവും. അങ്ങനെ ആ കല്യാണം ഉറപ്പിച്ചു.
ഉമർ എന്നവർക്ക് വലിയ സന്തോഷമായി. കാരണം അള്ളാഹു റസൂലിനോടൊരു അഹ്ലു ബൈത്തിനോടൊരു ബന്ധം സ്ഥാപിക്കപ്പെടുകയാണല്ലോ. സഹാബത്തിനോട് പറഞ്ഞ ചങ്ങായിമാരെ, നിങ്ങളെല്ലാവരും എനിക്ക് മംഗളാശംസ നൽകണില്ലേ? എല്ലാവരും ചോദിച്ചു, ഏതാ മംഗളാശംസ? ഞാൻ ഫാത്തിമ ബീവിൻ്റെ മോളെ, അലിയാരെ മോളെ ഉമ്മു കുൽസൂമിനെ ഞാനിതാ കല്യാണം കഴിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, സാധാരണ പൊതുവെ എല്ലാവരും മനസ്സിലാക്കിയ ഫാത്തിമ ബീവിക്ക് 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നാണ്. അങ്ങനെയല്ല, അവർക്ക് പെൺമക്കൾ ഉണ്ട്. ആ പെൺമക്കൾ പിന്നെയും ജീവിച്ചു, അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിൻ്റെ വീട്ടിലേക്ക് വന്നു. ഫലം യജിദ് അലിയൻ, അപ്പോൾ അലിയാർ അവിടെ അല്ല. ഫക്കാൽ അയിൻ അബിനു അമ്മിക്, എവിടെയാണ് അലിയാർ എന്ന് ചോദിച്ചു. ഇവിടെ എൻ്റെ ഭർത്താവ് എന്നൊന്നുമല്ല ചോദിക്കണത്. റസൂലാക്ക് മനസ്സിലായി മോളും അലിയാരും കൂടി എന്തോ ഒരു കശപിശ ഉണ്ടായിക്കണെന്ന്. അപ്പോൾ ആ നിലക്കുള്ള ഒരു ചോദ്യമാണ് ചോദിക്കണത്, എവിടെയാണ് എൻ്റെ ആൾ? കാലത്ത് കാന ബൈനി വ ബൈനഹു ഷെയ്യുൻ, ഞാൻ മൂപ്പരും കൂടി ഇപ്പോൾ ഒന്ന് കുളത്തി. ഫവാളബനി, എന്നോട് ദേഷ്യം പിടിച്ചിന്. ദേഷ്യം ചൂട് കൂടിയിട്ട് പിന്നെ ഇവിടെ നിന്നിട്ടില്ല. ഫലം യക്കില്ലിന്തി, സാധാരണ ഈ സമയത്ത് ഇവിടെ കടന്നുറങ്ങാണ്ട് കുറച്ച്, ഇന്നിവിടെ കടന്നിട്ടില്ല, ഇവിടുന്ന് പുറത്ത് പോയിട്ടുണ്ട് കാരണം. അപ്പോൾ റസൂല സ്വഹാബത്തിനെ വിളിച്ച്, എവിടെയാണ് അലി, അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അയിന ഹുവ, അലിയാരവിടെ ഉണ്ടോ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ തിരഞ്ഞു നോക്കി. അപ്പോൾ നോക്കുമ്പോൾ പള്ളിയിൽ കടന്നുറങ്ങുന്നുണ്ട് ബഹുമാനപ്പെട്ട അലിയാർ. ഫക്കാല യാ റസൂലുള്ളാഹി ഫിൽ മസ്ജിദ്, അലിയാർ പള്ളിയിലുണ്ട്, റാക്കിദിന് ഉറങ്ങുകയാണ്. ഉടനെ തന്നെ ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി കിടന്നുറങ്ങണ അലിയാരെടുത്ത് വന്നു. വഹു മുത്തജീവൻ കത് സക്കത്ത രിദാവുഹു, വസ്ത്രമൊക്കെ ശരീരത്തിൽ നിന്ന് കുറച്ചൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്, ഉറക്കത്തിലുമാണ്. അസാബഹു തുറാബുൻ, അങ്ങനെ ശരീരത്തിലൊക്കെ മണ്ണായിട്ടുണ്ട്. മദീന പള്ളിയിൽ അന്ന് ടൈലും കാർപ്പറ്റൊന്നും ഇല്ലല്ലോ, മണ്ണൊക്കെ അല്ലേ ഉണ്ടാവുക. അതൊക്കെ പുറത്തും സൈഡിലൊക്കെ കുറച്ച് പുരണ്ടിട്ടുണ്ട്. ഫജാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു, ആ ഉറങ്ങണ അലിയാരം എല്ലാം ഇങ്ങനെ റസൂല മണ്ണൊക്കെ ശരീരത്തിൽ നിന്ന് തടവി നീക്കി കൊടുക്കുകയാണ്. യഖൂൽ, റസൂല പറഞ്ഞു, കും യാ അബാ തുറാബ്, കും അബാ തുറാബ്, മണ്ണ് പിടിച്ച് കിടക്കല്ലേ. അപ്പോൾ തുറാബ് എന്നുള്ള ചേർത്തിയിട്ട് ഒരു പേര് വിളിക്കണം, അബൂ തുറാബ്, അബൂ തുറാബ്. അലിയാർ പറയുന്നുണ്ട്, എനിക്ക് പല പേരുണ്ട്, എന്നാലും ആ അബൂ തുറാബ് എന്ന് റസൂൽ അന്ന് വിളിച്ച പേര് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണെന്ന് സയ്യിദുന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ഫാത്തിമ ബീവി അവിടുത്തെ വഫാത്ത് നമ്മൾ പറഞ്ഞു റമദാൻ 3-നാണ്. പക്ഷേ ആ റമദാൻ 3 ഇശാ മഗ്‌രിബിന് ഇടയിലാണ് ബീവി വഫാത്താകുന്നത്. വഫാത്തിൻ്റെ മുന്നേ അലിയാരോട് പറഞ്ഞു, കുറച്ച് വെള്ളം വേണം, പ്രത്യേകം കൊണ്ടുവന്ന് വെക്കണം. അലിയാർ വെള്ളമൊക്കെ എത്തിച്ചു കൊടുത്തു. ബീവി തന്നെ ഒന്ന് നന്നായി കുളിച്ചു, ഉഷാറായി, പിന്നെ വുളുവും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളോട് പറഞ്ഞു, അവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ എനിക്ക് എന്നെ കഫൻ ചെയ്യാനുള്ള കഫൻ പുടവകൾ അവിടെ വെച്ചിട്ടുണ്ട്. അള്ളാഹു റസൂൽ പറഞ്ഞിരുന്നല്ലോ ബീവിയോട്, മോളെ ഞാൻ വഫാത്തായാൽ എൻ്റെ കൂട്ടത്തുനിന്ന്, എൻ്റെ കുടുംബത്തുനിന്ന് എൻ്റെ അടുത്തേക്ക് വേഗം വരുന്നത് നീയായിരിക്കും എന്ന് ബീവിയോട് റസൂല പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കേട്ട ചരിത്രമാണത്. അങ്ങനെ 6 മാസം റസൂല വഫാത്തായി 6 മാസം ആകുമ്പോൾ ബീവിയുടെ വഫാത്ത് നടക്കുകയാണ്. അപ്പം ബീവി അതിനേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നിലക്ക് ആ കഫം പുടവകൾ കൊണ്ടുവരാൻ പറഞ്ഞു. കുളി കഴിഞ്ഞ് ആ കഫം പുടവൊക്കെ തന്നെ ശരീരത്തിൽ വെച്ച്, എന്നിട്ട് അത്രയൊക്കെ ബീവി തന്നെ പുരട്ടി ആ രൂപത്തിൽ കടന്നു. അലിയാരോട് പറഞ്ഞു, ഞാനിപ്പം മരണപ്പെടും, ഞാൻ മരണപ്പെട്ടാൽ പരക്കെന്നെ ആൾക്കാർക്കൊന്നും കാണിച്ചു കൊടുക്കുന്ന രൂപങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പ്രധാനപ്പെട്ട പല വസിയത്തുകളൊക്കെ ചെയ്തു. ആ പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ റമദാൻ 3 ഇശാ മഗ്‌രിബിനിടയിൽ ബീവി വഫാത്താകുന്നു. പിന്നീട് അലിയാരൊക്കെ അവരുടെ ജനാസ കുളിപ്പിക്കുന്നു, വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. രാത്രി തന്നെ ജന്നത്തുൽ ബഖീൽ അവരെ മറവ് ചെയ്യുകയാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. നമ്മൾ അള്ളാഹു റസൂലും അവിടുത്തെ മക്കളും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ അത്യാവശ്യമായതൊക്കെ നമ്മളറിയണം. നമ്മുടെ മക്കൾക്ക് നമ്മളത് പകർന്നു കൊടുക്കുകയും വേണം. എന്തായാലും ഈ റമദാൻ 3 ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ടായി. അവരോടൊക്കെയുള്ള സ്നേഹം അത് വിജയത്തിനുള്ള കാരണമാണ്. അവരുടെയൊക്കെ നോട്ടവും ബർക്കത്തിലുമായി അള്ളാഹു നമ്മെ എല്ലാവരെയും നമ്മുടെ മശായിഖന്മാരുടെ ചേർച്ചയിലായി എന്നെന്നും നിലനിർത്തി തെരുമാറാവട്ടെ. ആമീൻ. ഇന്ന് നമ്മളെ ഗ്രൂപ്പിൽ വന്ന ചോദ്യങ്ങളിൽ ഒന്നിന് മറുപടി പറയാം. അത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. പരിശുദ്ധ ഖുർആൻ ഷരീഫിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ടാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ എങ്ങനെ ഓതുക എന്നുള്ളതല്ല. ആ ചോദ്യം, തുപ്പുനീരുപയോഗിച്ച് ഖുർആൻ മറിക്കുന്ന ചിലരുണ്ട്, ഇത് ചെയ്യാവുന്നതാണോ എന്നതാണ്. സാധാരണ ചില ആളുകളൊക്കെ നമ്മൾ കാണലുണ്ട്, ഖുർആൻ ഇങ്ങനെ ഓതുന്നതിൻ്റെ ഇടക്ക് പേജ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്ന് വിരൽ നാവിലേക്ക് വെക്കും, എന്നിട്ട് ഇങ്ങനെ പിടിക്കും. ഇതൊക്കെ മുമ്പ് പല ആളുകളും വ്യാപകമായി ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്ന് അത്രത്തോളം കാണാറില്ല. എന്നാലും ഇപ്പോഴും പല ആളുകൾ അത് ചെയ്യാറുണ്ട്. ഖുർആൻ ഓതുമ്പോഴും അതുപോലെ തന്നെ ഹദീസിൻ്റെ കിതാബുകൾ മറിക്കുമ്പോഴും അല്ലാത്ത ഗ്രന്ഥങ്ങൾ മറിക്കുമ്പോൾ അതൊരു ശീലമായി പോയിട്ടുണ്ട്. അതൊരു ദുശ്ശീലമാണ്. അത് ഖുർആനായാലും അല്ലാത്തതിനായാലും അത് ഒരു വളരെ വൃത്തികേടാണത്. അതേസമയത്തും പരിശുദ്ധമായ ഖുർആൻ
അത് തുപ്പുനീരായി ആ നിലക്ക് വിരൽ കൊണ്ട് മറിക്കുക എന്നുള്ളത് പാടില്ല, ഹറാമാണ്. നമ്മുടെ ഇമാമിയങ്ങൾ ആ കാര്യം പ്രത്യേകം തന്നെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹവാഷിൽ മദനിയ അതിൽ കുർദി, ഇമാം കുർദി തങ്ങൾ പറയുന്നുണ്ട്, യഹ്റുമു മസ്സുൽ മുസ്ഹഫി ബി ഇസ്ബൈൻ അലൈഹി റീഖുൻ ഇത് യഹ്റുമു ഈസാലു ഷൈഇൻ മിനൽ ബുസാഖി ഇലാ ഷൈഇൻ മിൻ അജ്സാഇൽ മുസ്ഹഫി. മുസ്ഹഫ് മറിക്കണ സമയം ഇങ്ങനെ തുപ്പുനീരായി ആ നിലക്ക് വിരൽ കൊണ്ട് മറിക്കുക എന്നുള്ളത് ഹറാമാണ് എന്നതാണ് അതിൻ്റെ വിധി. അതുകൊണ്ടത് ശ്രദ്ധിക്കണം. അത്തരം ശീലങ്ങൾ പാടെ മാറ്റാൻ നമ്മൾ തയ്യാറാകണം.